വെച്ചോളൂ. ഇതാണ് ഒരു എന്താണ് അങ്ങട്ട് എന്താ ഇങ്ങനെ നോക്കണേ? എന്താ കാര്യം? ഇതാണ് ഞാൻ ഒരു ദിവസം ഇവിടുന്ന് മാറിക്കാത്ത കാര്യം. എന്ത് ഇന്നലെ ഇപ്പൊ ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ. ഇല്ലജു വരുന്നു ഇല്ലജു മോനും കൂടിട്ട് എന്താണ് പതിനുണ്ടായി? ഇന്നലെ എന്താ കഴിച്ചത്? എന്ത് ഞാൻ കഴിക്കണേ? എന്താ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചേന്ന്? ആനമുട്ട. അപ്പൊ ആനമുട്ടേന്റെ കവറാണോ ഈ ഇട്ടേക്കണ്? അതാരെ മറന്നിട്ട് കൊണ്ടുവന്നിട്ടാവും. ആരാനായിട്ടേ? അല്ലാണ്ട് ഞാനാണ്. അപ്പൊ നിങ്ങളല്ലേ ഇതിട്ട്? ഞാൻ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ടായി? ഞാൻ ഈ വഴിക്കാനെ വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇതാരാ അവിടെ കൊണ്ടുവന്നിട്ട്? ഇന്നലെയൊക്കെ ഭക്ഷണമൊക്കെ വെച്ചിണ്ടാക്കിയല്ലേ പോയത്. അല്ലേ കഴിച്ചേ? ഞാൻ എന്തിനാ പിന്നെ പുതിയത് മേടിച്ചോണ്ടിരുന്നത്? അല്ലക്കത് നോക്ക്, പ്ലാസ്റ്റിക് ആണിത്. ഞാൻ അതില് പ്ലാസ്റ്റിക് ഇടലില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട. ഇനിയിപ്പോ എങ്ങനെയും വന്ന് വീണായിരിക്കും. അത് സാരില്ല അങ്ങോട്ട് പോരെ. അങ്ങനെയാ മാനത്തുനിന്ന് ഇങ്ങനെ പൊട്ടി വീഴാണോ? നിങ്ങള് നോക്കതില് കെട്ടിട്ടേക്കണ വേസ്റ്റ് കെട്ടിട്ടേക്ക. കാറ്റൊക്കെല്ലേ റസിയ, കാറ്റിന്റെ സമയല്ലേ, എല്ലൊക്കെ വന്ന് വീണായിരിക്കും. ഇങ്ങോട്ട് സൂക്ഷിച്ച് നോക്ക്. ഇത് നോക്കതില് കെട്ടിക്കണ കണ്ട കെട്ടിക്കണ കണ്ട. ഒന്നാമത് നമ്മൾ കത്തിക്കണ സ്ഥലാണ്. അവിടെ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടാൽ എങ്ങനെയാണ്? പ്രശ്നം ഉണ്ടാക്കണ്ട. വേസ്റ്റ് ഇടുന്നിടത്ത് അല്ലേ? അങ്ങനെ ഇപ്പൊ അത് തന്നെ വന്ന് ഇവിടെ വീടില്ലല്ലോ. എനിക്കറിയാത് ആരാണെന്നൊക്കെ. ആരാണ്? നിങ്ങളല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരാന്നൊക്കെ ചെയ്യാനുള്ളത്? ആ മല്ലിക ഇരിക്കും. എന്റെ വർത്താനം തുടങ്ങിയപ്പോ സംഗതി മനസ്സിലായിണ്ടായിരുന്നു. അതാണ് ഞാൻ അങ്ങനെ കിടന്ന് ഉരുണ്ട് കളിച്ചായിരുന്നത്. ഇതിപ്പോ പോയി ചോദിക്കണ്ടോ? അതാ ചോദിക്കണ്ട. അതന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കണമെന്നും അല്ല. അല്ല ഓക്കറിയില്ല ഇത് കത്തിക്കണ സ്ഥലമാണ്, ഇവിടെ പ്ലാസ്റ്റിക് ഇട്ടൂടാന്ന് അറിയില്ലേ? അപ്പൊ ഇത് മനഃപൂർവ്വം ഇന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ? അവളല്ലെങ്കിലോ? പിന്നാരാണ്? അല്ല പിന്നെ ആരാണ്? ഓളല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ വേസ്റ്റ് ഇടാ? നിങ്ങളല്ലല്ലോ. അതെ, നാളത്തെയും കൂടി കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഇന്നിപ്പൊ ഞാൻ ക്ഷമിച്ചു. ആയിക്കോട്ടെ. അന്റെ ഇപ്പൊ തന്നെ എന്റെ രൂപം മാറി. എന്റെ രൂപം മാറൂ. നാളെ ഇതെങ്ങാൻ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇതിപ്പോ ഞാനിത് എന്ത് ചെയ്യൂ? ഓളോട് വന്ന് എടുത്തിട്ട് പോവാൻ പറയും. എന്താണ്? എനിക്കിത് കത്തിക്കണ്ടേ? എടുത്ത് മാറ്റിട്ട് കത്തിച്ചാ പോരെ? എന്നിട്ട് അതെന്ത് ചെയ്യൂ? എന്നിട്ട് അതിൽ തന്നെ ഇടണോ? അപ്പൊ എനിക്കിത് കത്തിക്കാനുള്ള സ്ഥലല്ലേ? ഇതിപ്പോ തൽക്കാലം ഇപ്പൊ അതിന് കിടക്കല്ലേ? ഒന്നാമത് ഇങ്ങടെ തെറ്റാണൊക്കെ. എന്റെ വീട്ടിൽ കൊണ്ടൊന്ന് താമസിപ്പിച്ചും പോരാ, ഇക്കണ്ട കാര്യങ്ങളൊക്കെ ഒപ്പിക്കുകയും ചെയ്യും. ഇനി എന്റെ സ്വഭാവം മാറി നോക്കിക്കോ. ആരംഭം തുളുമ്പും ചെങ്കതിർമുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ആനന്ദിച്ചാശിച്ചുള്ളൊരു മലർ വീരിഞ്ഞതിനോടും ചോക്കവിടെ പോയി 28 അടച്ച റബ്ബേ, ഈ വായനത് സമയത്തിന് ഉടക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഈ കത്രി കൊന്ന ഹാമിക്കിനോടൊന്ന് മൂർച്ച കൂട്ടാൻ പറഞ്ഞ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാ. എന്താണ് ഹാമുക്ക്? അവര് വിളിക്കുമ്പോ ഒരു സമാധാനത്തിൽ വിളിച്ചൂടാ എനിക്ക്? കടയെന്നല്ലേ ചെയ്യല്? ഇതെങ്ങാനും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുട്ടെടുത്ത് വെട്ടു. ഇത് മറ്റേ കൊട്ടേഷൻ രാജുവിന്റെ ഷർട്ടാണ്. എജ്ജാല് കാണിച്ച പണിയുണ്ട്. അത് തെറ്റിയത് കോളറിന് പറ്റിയ കഷ്ണാർന്ന്. എന്താണ് എന്താ പ്രശ്നോ? നിങ്ങൾ ആ വേസ്റ്റ് കുഴിയൊന്ന് വന്ന് നോക്ക്. വേസ്റ്റ് കുഴിയിലേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ മല്ലിക കൊണ്ടുവന്ന് കവറിൽ പിന്നെ വേസ്റ്റ് ഇടാണെന്ന്. പിന്നെ വേസ്റ്റ് പിന്നെ എവിടെ കൊണ്ടുപോയിരുന്നത്? മല്ലിക കൊണ്ടുവന്നിട്ട് വേസ്റ്റ് ഇടുന്ന കുഴിയിൽ തന്നെയല്ലേ ഇടുക? ഓക്ക് വേസ്റ്റ് ഇടാൻ ഞാൻ വേറെ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്റെ വേസ്റ്റ് ഇടുന്ന കുഴിയിൽ കൊണ്ടുവന്നിടണ എന്തിനാ? അവന്റെ പൊന്നാര റസിയ, വേസ്റ്റ് ഇടല്ലേ? അതിപ്പോ ഏതെങ്കിലും ഒരു വേസ്റ്റ് കുഴിയിൽ ഇട്ടാ പോരപ്പത് അലാക്ക്. ഓളിട്ട കവറൊക്കെ ഇങ്ങനെ പറന്ന് ഇന്റെ മുറ്റത്തേക്ക് വരികയാണെന്ന്. വാവേ പടച്ച റബ്ബേ, എന്നെ കൊണ്ട് തോറ്റ് ഞാൻ അപ്പൊ ഓളോട് പോയിട്ട് പറയൂ നാളെ തന്നെ ഇവിടുന്ന് മാറിക്കോളാൻ. എന്തിനിച്ച് നാളെ തന്നെ മാറാൻ പറഞ്ഞേ? പിന്നല്ലാതെ ഇന്റെ മുറ്റൊക്കെ കേടാക്കാൻ ഓര് ഇവിടെ വന്ന് താമസിക്കണേ. അതെ, എനിക്കിപ്പോ എന്താ വേണ്ട? ഇപ്പൊ അവള് ഇടാഞ്ഞ പോരെ അല്ലേ? ഇതൊച്ചിപ്പോ വന്ന് തെറ്റിച്ച് ഇതെന്തായാലും കൊട്ടേഷൻ രാജന്റെ ഒരു ഇടിക്ക് കൊള്ളൂ. ഇനി ഓളുടെയും കൂടി തല്ലി ഇന്റെ മേടിച്ചോ. പിന്നെ ഇന്റെ വീട്ടിൽ വന്നിട്ട് ഇന്റെ കെട്ടിയാണ് തല്ലാൻ നിക്കല്ലേ? അതൊന്നും അറിയണല്ലോ. അല്ല ഒന്നാരം ആളെ അവള് ഇന്നെ തല്ലിയിട്ടല്ല. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇനി അത് പോയി ചോദിക്കരുത് കേട്ടോ. അപ്പൊ
ഇപ്പൊ നിങ്ങള് പോയി ചോദിക്കോ ഇല്ലെങ്കിൽ ഞാൻ പോണോ? വേണ്ടന്റെ പൊന്നാര രസിച്ചൊന്ന് സമാധാനത്തിലാവാദ്യം. ഇതൊന്ന് മിണ്ടാണ്ടിക്ക്. ഞാൻ ഇതൊന്നും അങ്ങോട്ട് വെട്ടി കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഞാൻ പോയി പറഞ്ഞോണ്ട്. വേണ്ട, ഇത് തീരാനുള്ള സമയമൊന്നുമില്ല. 10 മിനിറ്റ് നിങ്ങൾ പോയിട്ട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ പോയിട്ട് ചോദിക്കും. എടി വേസ്റ്റ് ഇപ്പൊ ആ കുയില് കൊണ്ടുവന്നിട്ടായിരുന്നു. അത്രല്ലേ ഉള്ളൂ എന്റെ പ്രശ്നം. അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറെ രാജ്യം വിട്ടു പോകുന്നു വേണ്ടല്ലോ. വേണ്ട, എന്നുവെച്ച് മിണ്ടാണ്ടിക്ക്. ഞാൻ അതൊന്നും ശരിയാക്കട്ടെ. 10 മിനിറ്റ് എടുക്കാം. 10 മിനിറ്റ് കൊണ്ട് ഓളുടെ അഹങ്കാരം തീർത്തിട്ടില്ലെങ്കിൽ അറിയാം. ഈ നമുക്ക് കൊട്ടേഷൻ രാജുവിന്റെ മേലെന്നാ തോന്നുന്നത്. ഇപ്പൊ അവിടെ ഇരുന്ന് വെട്ട് വെച്ചാൽ അവന്റെ അടി കൊണ്ടാ മതിയായിരുന്നു. എന്താ കാണിക്കണേന്ന്? ഒന്നുമില്ലടി, എന്തോ ഒരു ഒച്ച കേട്ടപ്പോ വന്ന് നോക്കിയതാ. അപ്പൊ അവിടെ ഒരു സാധനം കണ്ട. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് എടുത്തിട്ട്. ഞാൻ കണ്ട്. എന്ത്? ഈ വേസ്റ്റ് കൊണ്ടായിലിടണത്. വേസ്റ്റാ? ആര് വേസ്റ്റ് ഇട്ടത്? ഈ വെള്ള കവർ ഈ അല്ലേ ഇട്ടത്? വെള്ള കവർ പുറത്ത് കിടക്കുന്നുണ്ടപ്പോ ഞാൻ എടുത്തിട്ടതാ. മല്ലിക, നീ വെറുതെ കള്ളത്തരം പറയത്. 2-3 ദിവസമായിട്ട് ഞാൻ നോക്കി വെച്ചിരിക്ക. എന്ത്? ഇവിടെ ആരാ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിടണേന്ന്? ഞാൻ എന്തിനാ ഇതിനകത്ത് പ്ലാസ്റ്റിക് കൊണ്ടിട്ടുണ്ട? ഞാൻ പ്ലാസ്റ്റിക് ഒക്കെ ഇടുന്ന ആ കിണറിന്റെ അടുത്തല്ല. അതിനുള്ള സൗകര്യം ഒക്കെ നീയല്ലേ എനിക്ക് ഉണ്ടാക്കി തന്നത്? എനക്ക് എല്ലാ സൗകര്യം ഉണ്ടാക്കി തന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞങ്ങളിവിടെ ഗതികേടുകൊണ്ട് താമസിക്കുകയാണെങ്കിലും ചെയ്യാത്ത കുറ്റത്തിനൊക്കെ നീ പറയുന്ന മൊത്തം ഒന്നും അങ്ങനെ കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കേൾക്കേണ്ടി വരൂ. എന്റെ ഔദാര്യത്തിനല്ലേ ഇവിടെ നിക്കണത്. അപ്പൊ ഈ കേൾക്കേണ്ടി വരൂ. അന്റെ സൗകര്യത്തിന് ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടാൻ പറ്റൂല. അതന്നെ ഞാൻ കണ്ടുപിടിച്ചപ്പോ ഇവിടുന്ന് മാനത്തുനിന്ന് പൊട്ടി വീണ്. ഞാനല്ല ഇട്ടത്. என்ன ராத்திரியில ஏன் 2 பேரும் இங்க வந்து வளவளான்னு பேசிட்டு இருக்கு? നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കാണോൾ എന്താ ചെയ്തെന്ന്. അണ്ണാ ഞാനൊന്നും ചെയ്തില്ല. ഇവിടെ പറഞ്ഞ ഞാൻ വേസ്റ്റ് എടുത്ത് ഇതിനകത്ത് ഇട്ടെന്ന്. அது எப்படி? அவளு இங்க போறது இல்லையா? அங்க தானே. அந்த வீட்டுக்கு பின்னாடி ഓളുടെ മുഖത്ത് നോക്കി ചോദിക്ക്, ഈ വെള്ള കവർ ഓൾ അതിന്റെ അകത്ത് ഇട്ടോ ഇല്ലയോന്ന്. அல்ல, நீ ஏன் இங்க வந்து நிக்கிற? ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്തോ ഒരു ശബ്ദം കേട്ട് വന്നതാ. இந்த கவர் நீ தான் போட்டியா? ഇപ്പൊ ഇതിനകത്തേക്ക് ഇട്ടത് ഞാനാ. കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ കൈയോടെ പിടിച്ചപ്പോ ഓള് കള്ളത്തരം പറയാ എന്റെ അടുത്ത്. என்ன நடந்துன்னு கேட்கலாம்ல? என்ன மல்லி, என்ன ഇവളിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ നമ്മള് വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇതിനകത്ത് ഇട്ട്. അങ്ങനെയല്ല, ഞാൻ ഇവിടെ പുറത്ത് കിടക്കുന്ന ഒരു കവർ എടുത്ത് ഇതിനകത്ത് ഇട്ട്. പുറത്ത് ഇവിടെ വേറെ ആര് കവർ ഉണ്ടെന്ന് ഇടില്ല. ഞാനല്ലാതെ ഇവിടെ ആര് വേസ്റ്റ് ഇടാറില്ല. പക്ഷെ ഞാൻ കത്തിക്കണ സ്ഥലമാണ്. ഇവിടെ പ്ലാസ്റ്റിക് ഇടരുതെന്ന് എന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞു. നല്ല രസം ഇട്ടത്. എനിക്കറിയോ? ഇനിയിപ്പോ അന്ത പക്കത്ത് ആരാவது പോട്ടിരുക്കും. പിന്നെ അന്ത പക്കത്തുനിന്ന് ഓളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ കള്ളക്കഥയൊന്നും മെനയണ്ട ഇനി. അല്ല, അവൾ சொல்றது നമ്പ്. അവൾ அந்த மாதிரி செய்ய மாட்டாது. പിന്നെ എന്തിനാണ് രാത്രി ഇവിടെ വായും വിളിച്ച് വന്ന് നിക്കണേ? എന്തിനാണ് ഇവിടെ വന്ന് നിക്കണേ? சொன்னல்ல, அந்த பக்கம் പോകുമ്പോ സൗണ്ട് ഏതോ കേട്ടിച്ച് അതിനാல വന്ന് പാത്തേന്ന് சொன்னல்ல. ഇനി ഓള് പറഞ്ഞ കഥ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും തമിഴിൽ പറഞ്ഞ അതൊന്നും മാറൊന്നുമില്ല. എനിക്കറിയാം എന്താ തീരുമാനിക്കണ്ടേന്ന്. എല്ലാത്തിനും ഇവിടുന്ന് പടി ഇറക്കണം. അതന്നെ ഞാൻ ഇക്കാരോട് 100 വട്ടം പറഞ്ഞാണ് ഈ കാര്യത്തിനൊന്നും നിക്കണ്ടെന്ന്. ഓളുടെ സൗകര്യത്തിന് ജീവിക്കാനാണെങ്കിൽ ഓളുടെ വീട്ടിൽ പോയി കിടന്നോണം. ഇന്റെ വീട്ടിൽ വന്ന് നിക്കണ്ട. സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ஏன் மல்லி, நீ எதுக்கு இங்க வந்த? இப்போ அது அங்க போட்டா கடந்துட்டு உனக்கு போய் படுத்துக்கலாம்ல. എന്റെ കാലക്കേട്ട് ഞാൻ ആ കവർ കണ്ടപ്പോ ഇതിനകത്ത് അങ്ങ് ഇട്ടുപോയതാ. ஒன்னாமது இதுல வெறும் சப்பு சவர் மட்டும் தான் கத்திக்கும். இந்த பிளாஸ்டிக் போடான்னு தெரியுமில்ல. அப்புறம் நீ எதுக்கு அதை எடுத்து போட்ட? இந்த வழியை போல எல்லாம் எடுத்து தலையில வச்சுக்கோ. ஒன்னும் பேசாத. கம்முனு போய் படு போ.